ഹായ്. അപ്പം ഇന്നത്തെ രാവിലത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് വൈകിട്ടാണ് കിച്ചണിൽ കയറിയിട്ടില്ല. കാരണം മക്കൾക്കൊന്നും സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഓർക്ക് സ്കൂൾക്ക് ചോറുണ്ടാകാനൊക്കെ ദിവസമാണെന്ന് വെച്ചാൽ നേരത്തെ അടുക്കളയിൽ കയറിയിട്ടുണ്ടാവും കേട്ടോ. വെയിൽ ഉദിക്കുന്നതിന് മുന്നേ എന്ന് പറയാം, അടുക്കളയിൽ കയറി ഞാൻ ചോറും കൂട്ടനും കറികളൊക്കെ ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേഗം വെണ്ണീർ കോരാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വിറകടുപ്പിലാണ് ചോറ് വെക്കുന്നത്. ഞാൻ ഡെയിലി വിറകടുപ്പ് തന്നെയാണ് വെക്കൽ. ഞാൻ ചില ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ വേഗം നമ്മളെ ഗ്യാസിന്മ വെച്ചിട്ട് റൈസ് കുക്കർക്ക് അങ്ങനെ വെക്കലായിട്ട് ഇറക്കി വെക്കലാണ്. കാരണം ഞായറാഴ്ച ദിവസം ഇവിടെ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ഒരു പണി നടക്കൂല കേട്ടോ. മൂപ്പര് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിക്കാണ്ട് അങ്ങനെ സമയം പോവും. അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അടുക്കളയിൽ ഞാൻ കെട്ടിമറിഞ്ഞ് പണികൾ എടുക്കുന്നത്. പിന്നെ അടുപ്പ് കത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാട്ടോ. അപ്പോൾ ഇതാ വെണ്ണീറൊക്കെ കോരി ഞാൻ അതിലേക്ക് ചകിരിയും ചിരട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് കത്തട്ടെ. കത്തി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അടുപ്പ് സുഖമായിട്ട് കത്തുട്ടോ. അതിക്ക് വല്ല ചകിരിയോ എന്തെങ്കിലും മടക്കനോ വല്ല വിറകൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മളെ ചോറ് വേവും ചെയ്യും കേട്ടോ. അപ്പത്തിന് നമ്മൾ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ അരി ചുടുവെള്ളം കൊണ്ടാട്ടോ ഞാൻ ഒന്നുകൂടി എടുക്കൽ. ആദ്യം 2-3 പ്രാവശ്യം അരി കഴുകിയിട്ട് ഞാൻ ചുടുവെള്ളം പാർന്നിട്ട് നന്നായിട്ട് തന്നെ കഴുകി ഇട്ടാണ് ഞാൻ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കൽ കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വരട്ടെ. ഇനി നമുക്ക് അരി ഇതൊക്കെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പത്തിന് ഉമ്മ എനിക്ക് ഉപ്പേരിക്കുള്ളത് അവിടെ ഇരുന്നിട്ട് അരിഞ്ഞ് തരുന്നുണ്ട് കേട്ടോ. ഇന്ന് കയ്പ്പക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മ തവണ കയ്പ്പക്ക ഉപ്പേരിക്കുള്ളത് അരിഞ്ഞ് തരുന്നുണ്ട്. പിന്നെ ഞാൻ എണീറ്റേക്കിന് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നാലും എനിക്ക് പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചായ കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് കേട്ടോ. അപ്പോൾ തവണ ചായക്കില്ല വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പത്തിന് നമ്മൾ ചായ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പൊടി ഇട്ടിട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ പണീൻ്റെ ഇടയിൽ എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ചായ ഇങ്ങനെ കുടിക്കുക പണിയെടുക്കുക. എപ്പോഴും ഞാൻ വിചാരിച്ചു ആ ഒരു ശീലം മാറ്റണം എന്ന് കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് ഞാൻ അതവിടെ പുറത്ത് വന്ന് കാണും കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ. നമുക്ക് ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ചായ കുടിക്കുമ്പോഴും കൂടി ഒന്ന് എൻജോയ് ചെയ്ത് കുടിക്കാൻ പറ്റുള്ളൂ. മറ്റേത് കുട്ടികൾക്ക് സ്കൂളിലുള്ള ദിവസം പറ്റൂലല്ലോ. അപ്പോൾ അതിന് ഉമ്മയുടെ ഉപ്പേരിയൊക്കെ നുറുക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ അതിൽ കുറച്ച് വെള്ളമൊക്കെ പാർന്ന് വെച്ച് കണ്ട് ഉമ്മ അടുത്ത പണിക്കൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. ഉമ്മ ഈ ഉള്ളി തൊളിച്ച് തരിക, അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞാൻ ചോറിന് വെള്ളം അരിയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഉമ്മ തന്നെ കേട്ടോ തീയൊക്കെ ഇനി കത്തിക്ക വേവുന്ന വരെ ഉമ്മ കെടാതെ നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാക്കണു മക്കൾ മദ്രസ പോയപ്പോൾ തന്നെ പറഞ്ഞിനു പൊട്ടറ്റോ പൊരിച്ച് തരണം. ഞാൻ എപ്പോഴൊന്നും അവർക്ക് പൊട്ടറ്റോ പൊരിച്ച് കൊടുക്കലില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് മദ്രസ വിട്ട് വരുമ്പോൾ തന്നെ പൊട്ടറ്റോ പൊരിച്ചിട്ട് ഞങ്ങൾക്ക് ചോറ്റിക്ക് കൂട്ടാൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അതിനില്ലത് നുറുക്കുക കേട്ടോ. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ എനിക്ക് ഉമ്മ എടുത്ത് തരലുണ്ട് കേട്ടോ. ഉമ്മയുടെ സഹായം അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഉണ്ടാവും. അതന്നെ ഭയങ്കര ഒരു ഇതാട്ടോ. കാരണം രാവിലെ സമയത്ത് നമുക്ക് ഈ മക്കൾ സ്കൂളിലുള്ള ദിവസമൊക്കെ നമ്മൾ ഓടി വെക്കാറല്ലോ അടുക്കളയിൽ കിടന്നിട്ട്. അപ്പോൾ അതൊക്കെ ഉമ്മ നുറുക്കി തന്നിട്ട് ഞാൻ അതിലേക്കുള്ള മസാല കൂട്ടുകയാണ്. കയ്പ്പങ്ങ അങ്ങനെ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പത്തിന് നമ്മളെ കയ്പ്പങ്ങ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് തൂമിക്കണം. പിന്നെ കറിക്ക് എന്താണെന്നൊക്കെ ഇങ്ങനെ എടുക്കണുള്ളൂ കേട്ടോ, എന്തുണ്ടാക്കണം എന്നൊക്കെ. പിന്നെ വൈകുന്നേരം വീട്ടിലേക്ക് പോകും വേണം. ഉമ്മ പറയുന്നുണ്ട് കുറേ ദിവസമായി നിങ്ങൾ വന്നിട്ട്
അപ്പോൾ ഒന്ന് വന്നൂടെ, ഇന്ന് വെയിലും ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. രാവിലെ വിളിച്ചപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ച് ഇങ്ങനെ വൈകുന്നേരം ഒന്ന് പോയിട്ട് വരണം വീട്ടിലേക്ക് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഓരോ പണികൾ എടുക്കണത് കേട്ടോ. എനിക്ക് അടുക്കളപ്പണിയൊന്നും അധികം ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ടാണ് എല്ലാ പണികളും പഠിച്ചത്. കാരണം ഇവിടെ വന്നപ്പോഴും എനിക്ക് അധികം പണികളൊന്നും അറിയില്ലായിരുന്നു. കാരണം ഞങ്ങളെ ഉമ്മ തന്നെയാണ് എല്ലാ സാധനങ്ങളൊന്നും പറയാം, എല്ലാം അടുക്കളയിലുള്ള എല്ലാ ജോലിയും ഉമ്മ തന്നെയാണ് കേട്ടോ അന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മ പറയും അടിച്ചോരി തുടച്ചാൽ മതി, അടുക്കളയിലത്തെ പണി ഞാൻ എടുത്തോളാം പറഞ്ഞാണ്ട് അങ്ങനെ ഉമ്മയാണ് എല്ലാ പണികളും എടുക്കൽ. അപ്പം ഞാൻ അങ്ങനെ എപ്പോഴും വിചാരിച്ചു എനിക്കിനിയിപ്പോൾ എന്താ അങ്ങനത്തെ പണികളൊക്കെ എടുക്കാനൊരു അവസരം കിട്ടുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു വരുന്നു കേട്ടോ. ഒരു ദിവസം ഉമ്മയുടെ കണ്ണോപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ കിച്ചണിൽ കയറലൊക്കെ തുടങ്ങിയത്. അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ എടുത്ത് നോക്കി. ഉണക്കമീനൊക്കെ പൊരിച്ചപ്പോൾ ഞാൻ ഉപ്പിട്ട് പൊരിച്ച ആളാണ്. കാരണം അത്രയ്ക്കും ഒരു പണി അറിയാത്തൊരാളായിരുന്നു ഞാൻ. അങ്ങനെ ഓരോ പണികളും പിന്നെ ഞാനിങ്ങനെ പഠിച്ചെടുത്തു. പിന്നെ നമ്മളെ യൂട്യൂബ് ഉണ്ടല്ലോ നമ്മളെല്ലാ സഹായത്തിനും. അങ്ങനെ ബിരിയാണി ആണെങ്കിലും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇപ്പോൾ ഉണ്ടാക്കും കേട്ടോ. മറ്റേത് എനിക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 5 പേർക്കുള്ള ഫുഡ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു നല്ലൊരു ഷെഫാണോ ഞാനെന്ന് വിചാരിച്ചു. കാരണം 5 പേർക്കൊക്കെ എന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്നെ ആലോചിച്ചിട്ട് തന്നെ ഞാനൊരു അഭിമാനമായിട്ട് എനിക്ക്. കാരണം ഒന്നും അറിയാത്ത ഞാൻ ഇത്രയും ആൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു ഇത് തന്നെയല്ലേ. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് ഞാൻ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ ഉമ്മ വേഗം എനിക്ക് നേരാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വേഗം മസാല ഒക്കെ കൂട്ടിക്കാണ്ട് ഇതവണ് പൊരിക്കാൻ വേണ്ടി നിൽക്കട്ടോ. ഇന്ന് മക്കൾക്ക് 7 മണി മുതൽ 10 മണി വരെയാണ് മദ്രസ ഉള്ളത്. അപ്പോൾ ഓരി വരുമ്പോഴത്തേന് ഇങ്ങനെയുള്ള വേഗം പണികളൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഓരോ കൂടെ ഇരുന്നിട്ട് ചായയും കടിയൊക്കെ കഴിച്ചിട്ട് പിന്നെ വേഗം കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ട് തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോ ഏറ്റവും കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കാമല്ലോ നമുക്ക്. ആ സമയത്തൊക്കെ ഫ്രീ ആകുമ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിരിക്കും കേട്ടോ. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേന് എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടാകും ഞായറാഴ്ച ദിവസങ്ങളിൽ. പിന്നെ അല്ലാത്ത ദിവസം നമുക്ക് 10 മണിയാകുമ്പോഴത്തേന് എൻ്റെ എല്ലാ പണിയും കഴിയും കേട്ടോ. കാരണം നേരത്തെ എണീറ്റ് നേരത്തെ അടുക്കളയിൽ കയറിക്കാണ് പണി എടുക്കണോണ്ട് തന്നെ നേരത്തെ പണി കഴിയും. ഞായറാഴ്ച പിന്നെ ലേറ്റായിട്ടല്ലേ അടുക്കളയിൽ കയറിയുള്ളൂ. അതുകൊണ്ട് കേട്ടോ അങ്ങനെ ഉച്ചയാകുമ്പോഴത്തേന് കഴിയുന്നത്. അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങൾ അങ്ങനെ പോകണമല്ലേ. ഇനിയിപ്പോൾ നാളെ സ്കൂളുണ്ടല്ലോ. ഇനിയിപ്പോൾ നാളേക്കൊക്കെ ഇല്ല ചിന്തിക്കാനായി എന്തൊക്കെ മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്തു വിടുക, സ്നാക്സിന് എന്ത് കൊടുത്തു വിടുക, അതുപോലെ ഇക്കാക്ക് കടയിൽ പോകുമ്പോൾ എന്താണ് കൊടുത്തു വിടുക എന്നൊക്കെ ഉള്ളതൊക്കെ ആലോചിക്കാനായി അല്ലേ. നമ്മൾ ആ കുട്ടിക്കാലം എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊന്നും ചിന്തിക്കേണ്ടില്ലായിരുന്നു അല്ലേ. നമ്മളെ ഉമ്മ നമുക്ക് നേരത്തെ കാലത്ത് എണീറ്റിക്കാണ്ട് എല്ലാം നമ്മളെ ബാഗിലുണ്ടാക്കി തരുമായിരുന്നു. ആ ഒരു കാലം ഇങ്ങനെ ഞാൻ എൻ്റെ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ എപ്പോഴും ആലോചിച്ചിരിക്കും കേട്ടോ. എന്ത് സുഖമായിരുന്നു അല്ലേ. ഒന്നും ചിന്തിക്കേണ്ട ഒരു നമ്മൾ അന്നൊന്നും ഇത്രയും കാര്യങ്ങളൊന്നും ചിന്തിക്കൂലല്ലോ. നമ്മൾ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാനും കൂടെ പോകൂല. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ കിച്ചണിൽ പണിയെടുക്കുമ്പോഴോ ഒരാൾ സഹായത്തിന് ഞങ്ങളെ ഉമ്മ ഇവിടുത്തെ ഇക്കടെ ഉമ്മ ഓരോ സഹായത്തിന് ഉള്ളതോടെ ഞാൻ എപ്പോഴും ആലോചിച്ചു എൻ്റെ ഉമ്മാക്കും ഇതുപോലെ ഓരോ സഹായത്തിന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ. പക്ഷെ ഉമ്മ ഞങ്ങളോട് ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളൊന്ന് കിച്ചണിൽ കയറിയിട്ട് ഞങ്ങളെ സഹായിക്കുന്നില്ലൊരു വാക്ക് ഞങ്ങളോട് പറയലെന്നല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സഹായത്തിന് പോകില്ല. ഉമ്മ ഇങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി തരും, ഞങ്ങൾ കഴിക്കും, പാത്രം ഇവിടെ വെക്കും, ഉമ്മ മോറി തരും. അങ്ങനെയാണ്. ഇപ്പം ചെന്നാലും ഞങ്ങൾ വീട്ടിൽ ചെന്നാലും ഞങ്ങൾ 5 പെൺകുട്ടികളായിട്ട് എൻ്റെ ഉമ്മക്ക്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചെന്നാലും ഇപ്പോഴും ഉമ്മ ഞങ്ങളോട് പറയാക്കാറ് നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരി, കഴിച്ചിട്ട് നിങ്ങളവിടെ പോയി വർത്തമാനം പറഞ്ഞോളിയെന്ന് ഞങ്ങളെ ഉമ്മ ഞങ്ങളോട് ഇപ്പോഴും പറയല് കേട്ടോ. അങ്ങനെ ഉള്ളൊരു ഉമ്മയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. കുറച്ച് ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. പിന്നെ വേറെ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ നമുക്ക് കമൻ്റായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം മീനിൻ്റെ ഞാൻ മുളകിട്ട കറി കേട്ടോ ഉണ്ടാക്കിയിട്ടില്ല. മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. മക്കൾ മദ്രസ ഇട്ട് വരാനായപ്പോഴത്തേനും ഇതാക്കണം ഞാൻ പുട്ടാട്ടോ ഉണ്ടാക്കിയിട്ടില്ലേ. അപ്പോൾ മക്കൾ മദ്രസക്ക് പോയപ്പോൾ ചായ കുടിച്ചിട്ടില്ലേ നിങ്ങളൊരു ചോദിക്കുക. അപ്പോൾ ഞാൻ മക്കൾക്ക് ചായ കൊടുത്തിട്ടാണ്. ഒരു കടി ആ പോണ സമയത്ത് കഴിക്കൂല കേട്ടോ. ഇപ്പോൾ മദ്രസ വിട്ട് വന്നിട്ടാണ് ഒരു കടിയും ചായയൊക്കെ കഴിക്കൽ. അങ്ങനെ പിന്നെ അടുക്കളപ്പണികളൊക്കെ ഇന്നത്തെ തീർന്നിട്ടുണ്ട്. ഇനി 4 മണിക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടി കയറിയാൽ മതി. അപ്പോൾ കിച്ചണൊക്കെ ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു ഉച്ചയൊക്കെ ആയപ്പോൾ ഇതവിടെ ഞാൻ മുറ്റത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയിട്ടുണ്ട് കേട്ടോ. പഠിച്ചോന് എന്താല്ലേ വെയിൽ. 2 ദിവസം മുന്നേ എന്തായിരുന്നു, എന്ത് മഴയും റെഡ് അലേർട്ടും എല്ലാ അലേർട്ടും ആയിരുന്നു അല്ലേ. അപ്പം എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.